വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വാഗട്ടോർ ബീച്ചിൽ നമ്മൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഷാക്ക് ഉണ്ട്, അതായത് ഫിഷ് ടെയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഡിന്നറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഫിഷ് ടെയിൽ ഷാക്ക് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി. ഫിഷ് ടെയിലിൽ പോയിട്ട് നമ്മൾ അവിടെ ഒരു ഗോവൻ സ്റ്റൈൽ ഒത്തൻറ്റിക് മീൽ ഓർഡർ ചെയ്തു. കുറേ സൈഡ് ഡിഷസും ഒക്കെ ഉണ്ടായിരുന്നു. ഫിഷ് റവ ഫ്രൈയും നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അവരുടെ ഒരു ഡിഫറെൻ്റ് സ്റ്റൈൽ തന്നെയായിരുന്നു ആ ഒരു ഗോവൻ സ്റ്റൈൽ ഫിഷ് മീൽ എന്ന് വേണമെങ്കിൽ പറയാം. ഡെഫിനറ്റ്ലി നിങ്ങളിവിടെ വരുവാണെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. നെക്സ്റ്റ് ഡേ 2nd ജാനുവരി ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഗോവയിൽ. അപ്പം ബാഗ സൈഡും അവിടെ ഇവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയപ്പോൾ നമ്മൾ ഈ റിവർ സൈഡിലേക്കോട്ട് വന്നു. റിവർ സൈഡിൽ നോക്കിയപ്പം കുറേ ആൾക്കാർ കെനോയും റാഫ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പം നോക്കിയപ്പം സൈഡിൽ കുറേ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. അത് ഈ റിവറിൻ്റെ സൈഡായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഇച്ചിരി കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു കുറേ നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. ആ റിവറിൻ്റെ ശാന്തമായുള്ള അന്തരീക്ഷവും പ്രകൃതി രമണീയമായുള്ള വ്യൂസും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്തു. ഏകദേശം വേണമെങ്കിൽ ഒരു 1.5 ഓൾമോസ്റ്റ് 2 hours അവിടെ സ്പെൻഡ് ചെയ്തത്. പക്ഷെ നമുക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ദൂരെ പൈനാപ്പിൾ വില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കോട്ട് പോയി. ഇതാണ് പൈനാപ്പിൾ വില്ല കേട്ടോ. നിങ്ങൾ വരുവാണെങ്കിൽ ബാഗ സൈഡിലാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്കൗട്ട് ചെയ്യേണ്ട മസ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. നല്ല പീസ്, കാം, ക്വയറ്റ്. ആൾക്കാർ കുറവായിരുന്നു, പക്ഷേ എന്നാലും ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഈ റെസ്റ്റോറൻറ്റിനകത്ത് ഒരു പഴയ ഓൾഡ് ഗോവൻ ഹൗസിൻ്റെ വൈബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് റിവർ സൈഡിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നല്ല പീസും ക്വയറ്റും ആയിരുന്നു. നമുക്ക് ആ റഷ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു എന്താ പറയുന്നത്, ഒരു പീസ്ഫുൾ അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഞങ്ങളത് നല്ലോണം എൻജോയ് ചെയ്തു. ഇവരുടെ ഫുൾ റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂസ് നിങ്ങൾക്ക് ഇപ്പം കാണാം. നല്ലോണം ഒരു വീടിനെ ഒരു മോഡിഫൈ ചെയ്തിട്ട് റെസ്റ്റോറൻറ്റ് ആക്കിയിരിക്കുന്നതാണ്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാം. എനിക്ക് തോന്നുന്നു രാത്രി സമയത്തൊക്കെ ഇതൊക്കെ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ആവുമെന്നാണ് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്നും ഗോവൻ സ്റ്റൈൽ റൈസും ഫിഷ് കറിയും ഞങ്ങൾ ഓർഡർ ചെയ്തു. ടേസ്റ്റ് ആണെങ്കിൽ പറയേ വേണ്ട, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡും ഡെസേർട്ടും എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പൈനാപ്പിൾ വില്ലയിനോടും ഗോവനോടും വിട പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.